ശരി, നമുക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയാലോ? അതെ, അവിടെ ആരാ തയ്യാറായിരിക്കുന്നത്? അവിടെ നമ്മുടെ ജിഷ്ണു കൃഷ്ണനുണ്ട്. ഇന്നലെ സംസ്ഥാന ബജറ്റായിരുന്നു. സംസ്ഥാന ബജറ്റ് അറിയാലോ, അറിയാം. പൊള്ളയായ നിരവധി വാഗ്ദാനങ്ങൾ നിരത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയായിട്ട് നമുക്കതിനെ വിശേഷിപ്പിക്കാം. മാത്രമല്ല, സാധാരണ വോട്ട് ഓൺ അക്കൗണ്ട് മതി. കാരണം 3 മാസം മാത്രമേ ഈ സർക്കാരിന് ആയുസുള്ളൂ. അപ്പോൾ വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിക്കേണ്ടിടത്താണ് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ബജറ്റിലൂടെ മാധ്യമപ്രവർത്തകരെ അടക്കം സുഖിപ്പിക്കാനുള്ള പലതും പല ചേരുവയും ഒക്കെ ചേർത്ത് വെച്ച് പറഞ്ഞു. പറയൂ. ഞാൻ ഉദ്ദേശിച്ചത് ബജറ്റിന് 3 മാസമേ ആയുസുള്ളൂ എന്നാണ് പറയാൻ വന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിന് 3 മാസമേ ആയുസുള്ളൂ. അപ്പം വിധി എഴുതിയോ? പിന്നല്ലാതെ എന്തായാലും. കാരണം 10 വർഷം അത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ സഹിച്ചു എന്ന് അത് ജനങ്ങൾ തന്നെ നേരിട്ട് അവരുടെ അനുഭവങ്ങളിൽ നിന്നും പറയേണ്ടതാണ്. അപ്പോൾ ഒരുപക്ഷെ അശ്വതിക്ക് തള്ളി പറയാൻ പറ്റില്ല ഈ സർക്കാരിന്. അനിൽ നമ്പ്യാർ ഈ വാർത്താ പ്രഭാതത്തിൽ എനിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊന്നും മാനിക്കരുത്. ഇതൊക്കെ ഡിബേറ്റിൽ മതി. പുത്തൻ പുലരിയിൽ നമ്മുടെ വാർത്തയുടെ സമയമാണ്. വാർത്താധിഷ്ഠിതമായി നമുക്ക് പോകാം. ജിഷ്ണുവിലേക്ക് പോകാം അല്ലേ? കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് രാജ്യം. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറ്റന്നാൾ അവതരിപ്പിക്കും. ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സാമ്പത്തിക ശക്തിയായി ഭാരതം തുടരുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. 2026-27 അനിൽ നമ്പ്യാർ 6.8 മുതൽ 7.2% വരെ GDP വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ചോദിക്കാം അല്ലേ? യെസ്, തീർച്ചയായും. ജിഷ്ണു, വലിയ പ്രതീക്ഷകൾ ആണ് ഉള്ളത്. മാത്രമല്ല, ഭാരതത്തിൻ്റെ വളർച്ച ഇപ്പം ഈ GDP കുറിച്ചൊക്കെ പറഞ്ഞു. വലിയ വളർച്ചയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുന്ന ആ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും? എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ജിഷ്ണു? അൽനബർ അശ്വതി, നമസ്തേ, ഗുഡ് മോർണിംഗ്. കേന്ദ്ര ബജറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് രാജ്യം. ഇനി ഒരു ദിവസം മാത്രമാണുള്ളത്. ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. അതിൽ അനിൽ നമ്പ്യാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതൊക്കെ മേഖലകൾ എന്നതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായി പ്രാവർത്തികമാക്കാവുന്ന പ്രഖ്യാപനങ്ങളാണ്. കഴിഞ്ഞ ഓരോ വർഷവും മോദി സർക്കാരിൻ്റെ ബജറ്റ് പരിശോധിക്കുമ്പോൾ വമ്പൻ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് നിലവിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ജനക്ഷേമ വികസന പദ്ധതികളിലേക്ക് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് എല്ലാ മേഖലകളിലേക്കും പണം എത്തിക്കുക, രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനം ഉറപ്പാക്കുക എന്നൊരു നയത്തിലൂന്നിക്കൊണ്ടാണ് ഓരോ തവണയും ബജറ്റ് തയ്യാറാക്കാറുള്ളത്. ഒപ്പം ചില വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുള്ളത് നികുതി ഘടനയിലാണ്. നികുതി ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, നിലവിൽ 12 ലക്ഷം വരെ പൗരന്മാർക്ക് നികുതി ഒഴിവാക്കുന്നത് കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് നികുതി ഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുകയാണ്. ഒപ്പം സാമ്പത്തിക വളർച്ചാ നിരക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണത്തിന് മുൻപായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചിരുന്നു. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം 2026-27 സാമ്പത്തിക വർഷത്തിൽ GDP വളർച്ചാ നിരക്ക് 7.2% വരെ എത്തും എന്നുള്ളതാണ്. അതായത് നിലവിൽ കൊറോണയ്ക്ക് ശേഷമുള്ള ലോക സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയാണെങ്കിൽ അത്തരം പ്രതിസന്ധികളൊന്നും ഏശാതെ വളരെ മുൻപോട്ട് കുതിക്കാൻ ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടും ഒപ്പം അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക സർവേകളും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മറ്റെല്ലാ രാജ്യങ്ങളും സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന ഖ്യാതി നേടാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ബജറ്റിൻ്റെയും ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും ലക്ഷ്യം എന്നുള്ളത് പാർലമെൻറ്റിൻ്റെയും ഈ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ അത് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള യാത്രയിലാണ് ഭാരതം. നോക്കൂ, ഇന്നലെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ പോലും പറയുന്നുണ്ട് കേന്ദ്ര വിഹിതം അത് സംസ്ഥാനത്തിന് കിട്ടുന്നില്ല. ആ പരിദേവനം, ആ പരാതി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കേരളം ഉറ്റുനോക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ, കേരളത്തിന് അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉണ്ടാവും എന്ന്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? കാരണം വമ്പൻ പദ്ധതികൾ ഉണ്ടല്ലോ. ഇപ്പോൾ
അർദ്ധ അതിവേഗ റെയിൽപാത വരുന്നു, അതിവേഗ റെയിൽപാത വരുന്നുണ്ട്. ഈ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ ഒരു ഓഫീസ് പോലും തുറന്നു. അപ്പോൾ അത്തരം വലിയ പദ്ധതികൾക്കുള്ള സഹായം അത് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ പ്രഖ്യാപിക്കും. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകളുണ്ടോ? അനിൽ, തീർച്ചയായും റെയിൽവേ മേഖലയിൽ കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ഓരോ ബജറ്റ് പരിശോധിക്കുമ്പോൾ മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നുവെങ്കിൽ വിവിധ പദ്ധതികളിലേക്കാണ് ഇപ്പോൾ ഫണ്ട് മാറ്റിവെക്കുന്നത്. റെയിൽവേ മേഖലയിൽ അതിവേഗ റെയിൽപാതയ്ക്കും പണം മാറ്റിവെക്കുമ്പോൾ അതിന് കേരളത്തിന് വലിയ രീതിയിൽ ഗുണകരമാകും. കൂടാതെ എയിംസ് ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലേക്ക് വരുന്ന പ്രഖ്യാപനങ്ങൾ അതും കേരളത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. അത്തരത്തിൽ ഓരോ പദ്ധതികളിലേക്കുമായിരിക്കും ഫണ്ട് വകയിരുത്തുക. അതിൽ കേരളത്തിന് പ്രതീക്ഷിക്കാവുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് റെയിൽവേ ആണെങ്കിലും പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികൾ, കിസാൻ സമ്മാൻ നിധി, അതിലേക്ക് ഫണ്ട് മാറ്റിവെക്കും. അത് കേരളത്തിൽ ലക്ഷക്കണക്കിന് കർഷകർക്ക് ഗുണകരമാകുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. അത്തരത്തിൽ കേന്ദ്ര സർക്കാർ മുൻപോട്ട് കൊണ്ടുപോകുന്ന വികസന ജനക്ഷേമ പദ്ധതികളിലേക്ക് കൂടുതൽ ഫണ്ട് മാറ്റിവെക്കുക. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അത് കേരളത്തിലും ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു ബജറ്റായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനമന്ത്രി അവതരിപ്പിക്കുക. ഒപ്പം ലോകത്തിലെ തന്നെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ കയറ്റുമതിയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായി ഭാരതം മാറും എന്ന പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറുകിട ഉൽപ്പാദകർക്ക് ഗുണകരമാകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുമായി പുതിയ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടുകയും അതുവഴി യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലേക്കും ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ തീരുവ ഇളവോടുകൂടി അവിടെ വിപണനം നടത്താൻ സാധിക്കും. അതുകൊണ്ട് ആ കാര്യം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ചെറുകിട മേഖലയിൽ, ഉൽപ്പാദന മേഖലയിൽ, പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ ഇവിടങ്ങളിലേക്കെല്ലാം തന്നെ കൂടുതൽ പണം വകയിരുത്തിക്കൊണ്ടും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടുമായിരിക്കും കേന്ദ്ര ബജറ്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനിൽ നമ്പ്യാർ. തീർച്ചയായും ജിഷ്ണു, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും കേരളം ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് എല്ലാം വളരെ വിശദമായി തന്നെ അറിയാൻ സാധിക്കും. അനിൽ നമ്പ്യാർ, ജിഷ്ണു ആണ് ആ വിവരങ്ങൾ. കേരളത്തെ മാറ്റി നിർത്തുന്നൊന്നുമില്ല, അങ്ങനെ ഒരു സമീപനമൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പക്ഷേ അതിങ്ങനെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്താ അടിച്ചേൽപ്പിക്കുന്നത് പോലെ കേരളത്തിനെതിരാണ് എന്ന ഒരു നറേറ്റീവ് അത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് പ്രേക്ഷകർ തിരിച്ചറിയണം, കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും. കാരണം എല്ലാത്തിനും കേന്ദ്രത്തെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ എന്തിനാ ഒരു സർക്കാർ, അല്ലേ? നമ്മളെല്ലാവരും ഭാരതത്തിന്റെ മക്കളാണ്, കേരളത്തിൽ താമസിക്കുന്നവരായാലും. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ ഒരു സങ്കുചിത മനോഭാവം കേന്ദ്ര സർക്കാരിനില്ല. കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. തീർച്ചയായും അത് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതുമാണ്. അതെ പല ദുരന്തങ്ങളെ നേരിടാനും കേന്ദ്ര സർക്കാർ കൈപിടിച്ചുണ്ടായിരുന്നു കേരളത്തിനോടൊപ്പം. ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു നെറേറ്റീവ് മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നുകൂടി സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിക്കട്ടെ.